സമ്പന്നനാകാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഈ ലോകത്തില്ല. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ലോകത്തിലെ 95% സമ്പത്തും വെറും 5% ആളുകളുടെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് എന്ന്? കാരണം പണത്തിന്റെ ലോകം പ്രവർത്തിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, മറിച്ച് പലപ്പോഴും നേരെ തിരിച്ചാണ്. ഇതിനെയാണ് വിപരീത ഫോർമുല അഥവാ റിവേഴ്സ് ഫോർമുല എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം പണത്തിനു പിന്നാലെ ഓടുന്നുവോ അത്രത്തോളം അത് നിങ്ങളിൽ നിന്ന് അകന്നുപോകും. നിങ്ങൾ എത്രത്തോളം സമ്പാദിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് ദാരിദ്ര്യമുള്ളതായി മാറും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യ ചാണക്യൻ പറഞ്ഞു, ആൾക്കൂട്ടത്തിനു പിന്നാലെ പോകുന്നവൻ ജീവിതകാലം മുഴുവൻ പിന്നിൽ തന്നെ ഒതുങ്ങിപ്പോകും. ഈ ആൾക്കൂട്ടത്തിൽ ആരൊക്കെയാണുള്ളത്? 9 മുതൽ 5 വരെ ജോലി ചെയ്യുന്നവർ, ഓരോ മാസത്തെയും ശമ്പളത്തിനായി കാത്തിരിക്കുന്നവർ, ചെറിയ തുകകൾ ലാഭിച്ചാൽ ധനികനാകുമെന്ന സ്വപ്നം കാണുന്നവർ. എന്നാൽ യഥാർത്ഥ ധനികൻ തന്റെ ചിന്തകളെ തലകീഴായി മാറ്റിയവനാണ്. ചാണക്യൻ ഒരു സാധാരണ ബാലനായ ചന്ദ്രഗുപ്തനെ ഇന്ത്യയുടെ ചക്രവർത്തിയാക്കി മാറ്റിയത് ഈ വിപരീത തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 10 ഫോർമുലകൾ ശ്രദ്ധിച്ചു കേൾക്കുക. പലരും പണത്തെ ഒരു ലക്ഷ്യമായി കാണുന്നു. എന്നാൽ പണമെന്നത് നിങ്ങൾ നൽകുന്ന മൂല്യത്തിന്റെ ഉപോൽപ്പന്നം മാത്രമാണ്. ചാണക്യൻ പറയുന്നു, അർഹമായ ബുദ്ധിയും ക്ഷമയും ഉള്ളിടത്തു മാത്രമേ ലക്ഷ്മി ദേവി വസിക്കൂ. നിങ്ങൾ പണത്തെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അതിന്റെ പിന്നിലായിരിക്കും. എന്നാൽ പണം സ്വയം ആകർഷിക്കപ്പെടുന്ന ഗുണങ്ങൾ നിങ്ങൾക്കുള്ളിൽ വളർത്തിയാൽ കളി മാറും. ഉദാഹരണത്തിന്, ടാറ്റയോ അംബാനിയോ ഇലോൺ മസ്കോ പണത്തിനു പിന്നാലെയല്ല ഓടുന്നത്. അവർ ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു, മൂല്യം സൃഷ്ടിക്കുന്നു. ലോകം അവർക്ക് പണം നൽകാൻ തയ്യാറാണ്. നിങ്ങളും പണത്തിനു പിന്നാലെ ഓടുന്നത് നിർത്തി നിങ്ങളെ തന്നെ മൂല്യമുള്ളവനാക്കി മാറ്റുക. ചെറുപ്പം മുതലേ നമ്മെ പഠിപ്പിച്ചത് നിയമങ്ങൾ പാലിച്ച് നേർവഴിക്ക് നടക്കാനാണ്. എന്നാൽ ചാണക്യൻ പറയുന്നു, ലക്ഷ്യത്തിലെത്താൻ ഏറ്റവും വേഗതയേറിയതും സുരക്ഷിതവുമായ മാർഗമേതാണോ അതാണ് ശരിയായ നീതി. ഒരു കഥ പറയാം. ഒരിക്കൽ ചാണക്യനും ചന്ദ്രഗുപ്തനും ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ട് നടക്കുമ്പോൾ ഒരമ്മ തന്റെ കുട്ടിക്ക് കഞ്ഞി വിളമ്പുന്നത് കണ്ടു. കുട്ടി കഞ്ഞിയുടെ നടുവിൽ കൈയിട്ട് പൊള്ളിക്കരഞ്ഞു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, നീ ചാണക്യനെപ്പോലെ മണ്ടത്തരമാണ് ചെയ്യുന്നത്. കഞ്ഞി ചുറ്റും നിന്ന് കുടിച്ചു തുടങ്ങണം. നടുവിൽ എപ്പോഴും ചൂടായിരിക്കും. ഈ ചെറിയ പാഠത്തിൽ നിന്നാണ് ചാണക്യൻ തന്റെ യുദ്ധതന്ത്രം മാറ്റിയത്. നേരിട്ട് മഗധ ആക്രമിക്കാതെ അതിർത്തികൾ കീഴടക്കി അദ്ദേഹം വിജയിച്ചു. സിസ്റ്റത്തെ മനസ്സിലാക്കി സ്മാർട്ട് വഴികൾ കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ വിജയി. ഇന്നത്തെ ലോകം പ്രകടനത്തിൽ ഭ്രമിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ ആഡംബര ജീവിതം കാണിക്കാൻ ആളുകൾ കടം വാങ്ങി കാറും വസ്ത്രങ്ങളും വാങ്ങുന്നു. എന്നാൽ ചാണക്യൻ പറയുന്നു, ധനവും ശക്തിയും പദ്ധതിയും രഹസ്യമായിരിക്കുമ്പോൾ മാത്രമേ ഫലപ്രദമാകൂ. യഥാർത്ഥ സമ്പന്നത എന്നത് കാണുന്നതല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നവർ പലപ്പോഴും നിശബ്ദരായിരിക്കും. അവർ ആഡംബരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനു പകരം ആ പണം പുതിയ ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പണത്തെയും നീക്കങ്ങളെയും രഹസ്യമാക്കി വയ്ക്കുമ്പോൾ നിങ്ങൾ അസൂയയിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നു. നിശബ്ദമായി സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുക. ഈ കാര്യം അല്പം കയ്പുള്ളതായി തോന്നാം. ചാണക്യൻ പണ്ടേ മനസ്സിലാക്കിയ സത്യമാണിത്. സ്വാർത്ഥതയില്ലാത്ത സൗഹൃദങ്ങൾ അപൂർവമാണ്. നിങ്ങൾ ചുറ്റുമുള്ള 5 പേരുടെ ശരാശരിയാണ് നിങ്ങൾ. നിങ്ങൾ സമയം കളയുന്ന സുഹൃത്തുക്കൾക്ക് ലക്ഷ്യങ്ങളില്ലെങ്കിൽ നിങ്ങളും അവിടെ തന്നെ ഒതുങ്ങിപ്പോകും. നിങ്ങളെ മുകളിലേക്കുയർത്തുന്നവരുമായി മാത്രം സൗഹൃദം സ്ഥാപിക്കുക. പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും സംസാരിക്കുന്നവരുടെ കൂടെ നിൽക്കുക. എല്ലാവരോടും സൗഹൃദം സ്ഥാപിക്കുന്നത് മണ്ടത്തരമാണ്. എല്ലാവരിൽ നിന്നും പ്രയോജനം നേടാനുള്ള കല പഠിക്കുക. പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം അത് ചലിപ്പിക്കുകയാണ്. ബാങ്കിൽ പൂഴ്ത്തിവച്ചിരിക്കുന്ന പണം പണപ്പെരുപ്പം കാരണം നശിച്ചുപോകും. ചാണക്യൻ പറയുന്നു, ധനം ഉപയോഗത്തിലായിരിക്കണം. അപ്പോൾ മാത്രമേ അത് വളരുകയുള്ളൂ. പാവപ്പെട്ടവൻ പണത്തെ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ധനികൻ പണത്തെ നിക്ഷേപിക്കുന്നു. പണം മറ്റൊരു പണത്തെ ഉണ്ടാക്കുന്ന ആ വിദ്യയാണ് കോമ്പൗണ്ടിംഗ്. പണം ഒരു തീ പോലെയാണ്. ഇതെത്രത്തോളം പടരുന്നുവോ അത്രത്തോളം അത് ലാഭം നൽകും. നിങ്ങളുടെ അടുത്ത നീക്കമെന്താണെന്ന് ആരും അറിയാൻ പാടില്ല. ചാണക്യന്റെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹത്തിന്റെ നിഗൂഢതയായിരുന്നു. ചന്ദ്രഗുപ്തൻ എങ്ങനെ അധികാരം പിടിച്ചെടുക്കുമെന്ന് ശത്രുക്കൾക്ക് ഒരിക്കലും ഊഹിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ബിസിനസ് പ്ലാനുകളും നിക്ഷേപതന്ത്രങ്ങളും അടുത്ത ചുവരുകളും രഹസ്യമാക്കി സൂക്ഷിക്കുക. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുമ്പോൾ നിശബ്ദമായി കളിമാറ്റിമറിക്കുക. വിജയഗാഥകൾ ലോകത്തോട് പറയുന്നതിനു മുമ്പ് അവ പൂർത്തിയാക്കുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ ഒടുവിൽ സ്വയം ദുഃഖിതനാകും. എല്ലാവരോടും അതെ എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കുള്ള വലിയ തടസ്സമാണ്. നോ എന്ന് പറയാൻ പഠിക്കുന്നത് ഒരു വലിയ കലയാണ്. നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന കാര്യങ്ങളോട് ഭയമില്ലാതെ വേണ്ട എന്ന് പറയാൻ ശീലിക്കുക. നിങ്ങളുടെ സമയം നിങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപമാണ്. അത് മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി പാഴാക്കരുത്.
തെറ്റ് ചെയ്യുന്നത് കുറ്റമല്ല, പക്ഷേ ഒരേ തെറ്റ് ആവർത്തിക്കുന്നത് മണ്ടത്തരമാണ്. ചാണക്യന്റെ കാലത്തും ചന്ദ്രഗുപ്തൻ പലതവണ പരാജയപ്പെട്ടു. പക്ഷേ ഓരോ പരാജയവും അദ്ദേഹത്തെ പുതിയൊരു തന്ത്രം പഠിപ്പിച്ചു. വിജയിച്ച ആളുകൾ പരാജയങ്ങളെ തങ്ങളുടെ പരിശീലകരായി കാണുന്നു. പണം നഷ്ടപ്പെട്ടാലോ ഒരു പ്ലാൻ പാളിയാലോ തളരരുത്. അവിടെ നിന്ന് എന്തു പഠിക്കാമെന്ന് ചിന്തിക്കുക. പരാജയമെന്നത് വിജയത്തിലേക്കുള്ള പാഠം മാത്രമാണ്. റിസ്ക് ഇല്ലാത്തിടത്ത് ലാഭവുമില്ല. ചാണക്യൻ പറഞ്ഞു, അപകടങ്ങളെ ഭയപ്പെടുന്നവന് ഒരിക്കലും മഹാനാകാൻ കഴിയില്ല. എല്ലാം സുരക്ഷിതമാകുന്നതുവരെ കാത്തിരുന്നാൽ നിങ്ങൾക്കൊരിക്കലും മുന്നോട്ടു പോകാൻ കഴിയില്ല. സമ്പന്നതയുടെ മുഴുവൻ കളിയും റിസ്കിന്മേലാണ്. റിസ്ക് എടുക്കുക എന്നാൽ ഭ്രാന്തൻ പ്രവൃത്തിയെന്നല്ല, മറിച്ച് ബുദ്ധിമാനമായ ആസൂത്രണത്തോടെ മുന്നോട്ടു നീങ്ങുക എന്നാണ്. സുഖസൗകര്യങ്ങളുടെ മേഖലയിൽ നിന്ന് പുറത്തുവരിക. അവിടെയാണ് പണമൊളിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ചാണക്യന്റെ ഈ 10 വിപരീത ഫോർമുലകൾ വെറും വാക്കുകളല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് സംസാരിക്കാൻ തുടങ്ങും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം കൂടുതൽ ചാണക്യ നീതികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി.